കൈയടികളും ഒക്കെ എന്താ പറയുക ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു വേദിയാണ്. അതിനകത്ത് മെറീനെ ഒറ്റയ്ക്ക് വിളിച്ചപ്പോൾ അതിനകത്തേക്ക് സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അടുത്ത കൂടുതലെന്ന് പറയുന്ന സിനിമയെ കുറിച്ച് 2 വാക്ക് അല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂർ വർത്താനം പറഞ്ഞിട്ട് നിങ്ങളുടെയൊക്കെ കൈയ്യടി വയ്ക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് അങ്ങനെ ഒരുപാട് പറയാൻ പറ്റില്ല, കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമാണ് ഈ ഒബ്രോൺ മോൾ. ഇടയ്ക്കിടയ്ക്ക് എന്നല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ കാക്കനാടാണ് താമസിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മീറ്റിങ്ങിനാണെങ്കിലും ഒരു ചായ കുടിക്കാനൊക്കെ ഏറ്റവും വരുന്ന ഒരു സ്ഥലമാണ് ഒബ്രോൺ. എൻ്റെ ലൈഫിൽ ഒരുപാട് നല്ല ഇൻസിഡൻസ്, ഇനി ഭാവിയിലുള്ള ഇൻസിഡൻസിനും സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു സ്ഥലമാണ് ഒബ്രോൺ മോൾ. ഒരുപാട് ചേഞ്ചസ് എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒബ്രോണിൽ വെച്ച് നമ്മുടെ ടീസർ ലോഞ്ച് നടത്തിയതിൽ ഒരുപാട് സന്തോഷം. നിങ്ങൾ ഓരോരുത്തരെയും നേരിട്ട് കാണാൻ സാധിച്ചതിലും, സത്യം പറഞ്ഞാൽ ബിപ്പിൻ്റെയും എൻ്റെ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ അറിയാതെ കുറേ വർഷം ഞങ്ങളല്ലേ വർക്ക് ചെയ്ത് അങ്ങനെ പോയതാണ്. ആദ്യത്തെ ഞങ്ങളുടെ ഒത്തുകൂടൽ എന്ന് പറയുന്നത് അമർ അക്ബർ ആന്റണി എന്ന് പറയുന്ന സിനിമയാണ്. അതിൽ ഞങ്ങളുള്ള സീൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടാവും? അതിൽ ഞാനും ബിബിനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതായത് ഇന്ദ്രിത്തായിട്ടും ഞാനും കൂടി ഇരിക്കുന്ന സമയത്ത് ഇത് ഫർണിച്ചർ കടയാണ്, ചായക്കടയല്ല എന്ന് വന്ന് പറയുന്നത് മിസ്റ്റർ ബിബിൻ ജോർജ് ആണ്. അദ്ദേഹമാണ് ആ സിനിമയുടെ റൈറ്റർ. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് കൂടുന്ന സിനിമയാണിത്. സത്യം പറഞ്ഞാൽ ഇത്രയും പ്രമോഷൻസ് ആത്മാർത്ഥമായിട്ട് ചെയ്ത മറ്റൊരു സിനിമ ഇല്ലാന്ന് തന്നെ പറയാം. ഞങ്ങളെക്കാട്ടി കൂടുതൽ പ്രമോഷൻസ് ഓടിയാണെന്ന് ചെയ്യുന്നത് ബിബിനാണ്. ബിബിൻ നല്ല ടയേർഡാണെന്ന് എനിക്കറിയാം. ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു വണ്ടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് എല്ലാവരും അങ്ങനെ കുടുംബമായിട്ടങ്ങ് ഇറങ്ങുകയാണ്. ഒരുപാട് ചെറിയ വേഷങ്ങളിലുള്ള ആർട്ടിസ്റ്റുകൾ ഇവിടെ ഉണ്ട്, ഒത്തിരി പേര് ഇവിടെ ഉണ്ട് എനിക്ക് കാണാം. അപ്പം എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നതിൽ ഒരുപാട് നന്ദി. എസ്പെഷ്യലി ചീഫ് ഗസ്റ്റായിട്ട് വന്നിരിക്കുന്ന ആളുകൾ ഷാഫിക ചേച്ചി, മഞ്ജു ചേച്ചി, ബാദുക്ക, എല്ലാവരും ഇവിടെ എത്തിപ്പെടും. എനിക്കറിയാം ലുലുവിൽ ഇന്ന് വേറൊരു ഇവൻറ്റ് നടക്കുന്നുണ്ട്, എന്നാൽ കൂടെ ഞങ്ങളുടെ ഈ സിനിമയ്ക്ക് വേണ്ടി ഈ ഒരു പ്രമോഷന് വേണ്ടി ഒത്തുകൂടിയ നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുകയാണ്. ആൻഡ് കുറേ നേരമായിട്ട് ബിബിൻ്റെ മോള് നമ്മളെന്താ വിളിക്കാത്തതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ നമ്മളിപ്പോൾ വിളിക്കും, നമുക്കൊരു പ്രത്യേക എൻട്രി ആയിരിക്കും എന്ന് പറഞ്ഞു. ഇപ്പം സന്തോഷമായ സിനിമ കാണുമോ? നീ കാണുമോ സിനിമ? എന്നാ സിനിമ റിലീസാവണെന്ന് അറിയോ? ജൂൺ 20 പറഞ്ഞു. അവർക്ക് അപ്പൻ്റെ കാര്യം ഒന്നും അറിയാൻ പാടില്ല. മഞ്ജുപിള്ള ചേച്ചിനെ സ്നേഹിച്ചോണ്ടിരിക്കുകയോ? ജൂൺ 20 റിലീസാണെന്ന് പറഞ്ഞു. ജൂൺ 20 ഞങ്ങളുടെ അപ്പൻ്റെ പടം റിലീസാട്ടോ, ബിബിൻ ജോർജിന്റെ പടം റിലീസാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. നിങ്ങൾ അത് മാത്രമല്ല, ഞങ്ങളുടെ ബിബിൻ പാട്ടുകാരുടെ കൂടെ ആയിട്ടുള്ള സിനിമയാണത്. അപ്പോൾ അതുകൊണ്ട് ആ പാട്ടും നിങ്ങൾ യൂട്യൂബിൽ കാണുക, ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച്, എസ്പെഷ്യലി സിദിൻ ചേട്ടാ ഈ ഒരു റിസ്ക് ഞങ്ങൾക്ക് വേണ്ടി എടുത്തതിൽ ഞങ്ങളുടെ പ്രൊഡ്യൂസറോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ആൻഡ് എൻ്റെ കോ ആർട്ടിസ്റ്റുകൾ ഇനി അനു സിത്താരയുടെ അനിയത്തി ഇതിലൊരു സ്പെഷ്യൽ റോള് ചെയ്തിട്ടുണ്ട്. അനു സോനാര എന്നാണ് പേര്. പുള്ളിക്കാരിക്ക് എക്സാംസ് ആയിട്ട് എത്തിപ്പെടാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരോടും അന്വേഷണം അറിയിച്ചിട്ടുണ്ട്. നിയ, താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് വെരി നൈസ് വർക്കിംഗ് വിത്ത് യു. താങ്ക് യു സോ മച്ച്. പിന്നെ നിങ്ങളോട് പ്രത്യേക ഒരു നന്ദി. താങ്ക് യു. അടുത്തായിട്ട് ഈ രീതിയിലേക്ക് ക്ഷണിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് നമ്മുടെ എല്ലാവരുടെയും എന്താ പറയുക കൺമുന്നിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരി. അതിനപ്പുറത്ത് ഇന്ന് എന്താ പറയുക ഒരു പോലീസ് വേഷത്തിൽ സീരിയലുകളും സിനിമകളൊക്കെ ചെയ്തിട്ട് നമ്മളെല്ലാവരെയും തെറ്റിച്ച സ്വാഗതം ചെയ്യുന്നു. റിയ സംസാരിക്കാനൊക്കെ വളരെ മടിയാണ്, എന്നാൽ ഒരു 4 വാക്കെങ്കിലും നന്ദിയെങ്കിലും അല്ലെങ്കിൽ ഒരു സന്തോഷമെങ്കിലും പണം കാണണമെങ്കിലും എന്ന് പറയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സന്തോഷം, ഒരുപാട് സന്തോഷം. ഈ ഒരു സിനിമയിലെ 4 നായികമാരിൽ ഒരാളാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇതിൽ നല്ലൊരു വേഷം തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണുക. കാരണം നിങ്ങൾക്ക് ഒരിക്കലും ആ പൈസ നഷ്ടമാവില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഞാനിവിടെ കിടന്ന് കൂടുതൽ സംസാരിക്കുന്നതിനെക്കാട്ടും നല്ലത് നിങ്ങളത് കണ്ടറിയുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് വേദിയിലേക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ള നമ്മുടെ സംവിധായകർ ഷാനു കാക്കൂർ, ഷാഫി എപ്പിക്കാൻ, ഒപ്പം നമ്മുടെ നെടുന്തൂണായ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ജിതിൻ കേരി എന്ന പ്രൊഡ്യൂസർ, പ്രൊഫസർ കണ്ടവർ ഷൗക്കത്ത്, അതുപോലെ തന്നെ സിബു സുകുമാരൻ, പിന്നെ ഒയു ബഷീർ ഖാൻ കണ്ടിട്ടുണ്ട്. ഈ സിനിമയുടെ ഭാഗമാണ് സിബു ചേട്ടൻ. എല്ലാവരും വന്നാട്ടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും ഹൃദയപൂർവ്വം നമുക്ക് സമയപരിമിതി എന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് പരിപാടികൾ കഴിഞ്ഞിട്ട് അവരുടെ പരിപാടികൾ നടത്തേണ്ടി പോകുന്നു. മൈക്ക് ഞാൻ വാങ്ങിയത് സംസാരിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ സിനിമയുടെ ഭാഗമായ വളരെ കുറച്ച് ആളുകളും കൂടി നമ്മുടെ കൂടെ ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകിച്ച് മ്യൂസിക് ഡയറക്ടേഴ്സിനെ ഞാൻ ആദ്യം
വിളിക്കാൻ ശിവചേട്ടൻ എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത ഞങ്ങൾ ഇതിൽ 5 മ്യൂസിക് ഡയറക്ടേഴ്സാണ് ഉള്ളത്. അതിൽ ശിവചേട്ടനായിരിക്കും, ബാക്കി എല്ലാവരും പുതിയ ആളുകളാണ്. 4 പേര് പുതിയ ആളുകളാണ്. അവരെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നിഖിൽ അനിൽകുമാർ, സുമേഷ് രവീന്ദ്രൻ, ആൽവിൻ എസ്, പിന്നെ പ്രസാദ് ചെപ്രശ്ശേരി, അദ്ദേഹം എത്തിയിട്ടുണ്ടോന്ന് അറിയില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പടത്തിൻ്റെ പാട്ടുകൾ എഴുതിയിട്ടുള്ള ശിവചേട്ടനും OE ബഷീർക്ക് ഇവിടെയുണ്ട്. ഇനി ഇതിലെ സിംഗേഴ്സാണ്. സിംഗേഴ്സിൽ കുറച്ച് പേര് എത്തിയിട്ടില്ല. നജീം അർഷാദ്, യാസിൻ നിസാറും, മണികണ്ഠൻ പെരുമ്പടപ്പ്, സജീർക്കൊപ്പം, പിന്നെ മീര എന്ന് പറയുന്ന കുട്ടി അവരെത്തിയിട്ടില്ല. ഇവിടെ ഉള്ളത് നമ്മുടെ കൂടെ ഇപ്പോൾ ഇതിലെ പാട്ടുകൾ പാടിയിട്ടുള്ള ശില്പ അഭിലാഷ്, അനു തോമസ്, സാറ മറിയം, വേറെ സിംഗേഴ്സ് അല്ലേ, സിംഗേഴ്സ് വരും. അതുപോലെ നമ്മുടെ ഇതിലെ വേഷങ്ങൾ ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്, അർച്ചന. പിന്നെ ഇനി ആരൊക്കെയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് എനിക്ക് കാണുന്നില്ല. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും, ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ എല്ലാവരും വരണം. മഞ്ജു ചേച്ചി, നമ്മുടെ PRO മഞ്ജു ചേച്ചി, അതുപോലെ ഉസ്മാൻക, പപ്പയ്ക്ക് ലാസ്റ്റ് മാസ് എൻട്രിയാണ്. അസീം ചീഫ് അസോസിയേറ്റ് ആണ്. അസീം അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ട്. സത്യൻ, ഫഹദ് നമ്മുടെ ഒരു സിംഗറാണ്. പപ്പയ്ക്ക് ലാസ്റ്റ് മാസ് എൻട്രി ആയിരുന്നു, പൊളിച്ചു. ബാക്കി എല്ലാവരും വരും. നമ്മുടെ സിനിമയുടെ എല്ലാ ക്രൂസും ഒന്ന് സ്റ്റേജിലേക്ക് വരണം. ഇനി ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാവരും കയറി വരാം. രാജേഷ് ഏട്ടാ, നമ്മൾ സബ്ടൈറ്റിൽ ചെയ്ത രാജേഷേട്ടനുണ്ട്. പ്രതിഭേട്ടൻ, നമ്മുടെ പടം തിയേറ്ററിൽ എത്തിക്കുന്നത് പ്രതിഭേട്ടനാണ്. അതാ ഞാൻ പറഞ്ഞത്. ബാക്കി എല്ലാവരും വരും. എല്ലാവരും വാ. സജിത് പിള്ളേരൊക്കെ പോയോ? വേറെ ആരൊക്കെയാണ് നമ്മുടെ സിനിമയിൽ ഭാഗമായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും വരണം. സത്യം കയറിയില്ല. എനിക്കിന് മൈക്കെന്തിനാ എന്താ പറയേണ്ടതെന്നുള്ളത്. ഇതെന്താ പറയുന്ന പരിപാടി എന്താ? അപ്പം കോടിൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരുമിച്ച് കൂടിയവരിൽ കൊച്ചിയിലെ ഒബ്റോൺ മാൾ എന്ന് പറയുന്ന ഈ മാളില് ആദ്യം ഒരുമിച്ചെത്തിയത് നിങ്ങളാണ്. കോടിൽ എന്ന് പറയുന്ന സിനിമയുടെ ഈ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് നിങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോൾ കൊടുത്ത പ്രതീക്ഷകൾ വലുതാണ്. മലയാള ചലച്ചിത്ര ലോകത്ത് എന്നേക്കുമായിട്ടുള്ള ഒരു സൂപ്പർ ഹിറ്റായിട്ടുള്ള മലയാള ചലച്ചിത്രമാവാൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ, നിങ്ങളുടെ സഹകരണത്തിൽ, നിങ്ങളുടെ പ്രോത്സാഹനത്തിൽ ഈ ഒരു സിനിമ ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. ഈ ഒരു പരിപാടിയിൽ ഓഡിയോ താങ്ക് യു വെരി മച്ച്. ഒരു നല്ല കാര്യം എൻറ്റയർ ടീം മെമ്പേഴ്സ് കൂടൽ എന്ന് പറയുന്ന ഈ ചിത്രത്തിന്റെ എൻറ്റയർ ഇത്രയും വലിയൊരു ക്രൂ ഇതുപോലെ ടീച്ചറിന് അടുത്തൊന്നും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു അല്ലെ? ഓൾമോസ്റ്റ് ഒരു 90% ക്രൂ മെമ്പേഴ്സ് ഇവിടെ ഉണ്ട്. നല്ലൊരു കൈയ്യടി കൊടുക്കണം പ്ലീസ്. കമാൻ. ഈ പരിപാടിയുടെ തുടക്കത്തിൽ നമ്മുടെ കൈയ്യടികളും നമ്മുടെ സന്തോഷവും ഒരുപക്ഷെ സർപ്രൈസ് ആയിട്ട് വന്ന അതിഥിയെ ഇത് അവസാനിപ്പിക്കുമ്പോഴും ഈ വേദിയിലേക്ക് എന്നെ ക്ഷണിക്കാണ് ഷാഫി. അല്ലല്ല, അത് എല്ലാ വിശിഷ്ട അതിഥികളും സ്റ്റേജിലുണ്ടാവട്ടെ. ഇതൊരു ഫാമിലി ഫോട്ടോ ആയിട്ട് മാറും. ഒരു നല്ലൊരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് ഇതിനകത്ത് വലിയ ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഇന്നത്തെ ഒരു പരിപാടിയുടെ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലാണ്. കാരണം ഒരുപാട് അതിഥികൾ, OE ബഷീർക്ക്, അതുപോലത്തെ ഒരുപാട് ഗസ്റ്റുകൾ, സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുന്ന നെജ്മൽ, ചാരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഷമീർക്ക, താഹിർക്ക, ഒരുപാട് പേര് ഇവിടെ ഈ ഒരു പരിപാടിയുടെ മുന്നിൽ വന്നപ്പോൾ ഒരുപാട് സന്തോഷമാണ്. ഓക്കെ, ഈ നല്ല നിമിഷത്തിൽ, ഈ നല്ല വേളയിൽ, ഈ പരിപാടി ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ ഒഫീഷ്യൽ കോർഡിനേറ്റർ അല്ലെങ്കിൽ എല്ലാമായ റഫീഖയുടെയും അവരുടെ ഒരു ഓഡിയോ ലോഗോ ലോഞ്ചാണ് ഇവിടെ നടക്കുന്നത്. ഇൻസോമീഡിയയുടെ ഒഫീഷ്യൽ ലോഗോ ലോഞ്ചിന് വേണ്ടി എൻറ്റയർ ക്രൂ മെമ്പേഴ്സ് ഈ സ്റ്റേജിൽ ഉണ്ടാവണം. പ്രത്യേകിച്ച് അത് നിർവഹിക്കണം. അത് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് ഒരുമിച്ച് കൂടിയപ്പോൾ ഇവിടെ ഒരു ലോഗോ ലോഞ്ച് ചെയ്യുകയാണ്. നല്ല നിറഞ്ഞ സന്തോഷത്തിന്റെ കൈയ്യടികൾ കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു ലോഗോ സമ്മാനിച്ചിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ബിബിൻ ജോർജ് എന്ന പ്രിയപ്പെട്ടവനാണ്.
ഈ ഒരു പരിപാടി ഇത്രയും മനോഹരമാക്കി തീർത്ത, അതും വളരെ ചുരുങ്ങിയ നാളുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഈ ഒരു പരിപാടി ഇത്രയും വിജയകരമാക്കി ഇത്രയും ആൾക്കാർ ഈ ഒരു വീക്ക് ഡേ ആയതുകൊണ്ടുകൂടി ഇത്രയും പേര് എത്തിച്ചേർന്നതിൽ ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് വേദികളിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച് ഓഡിയൻസ്. ഒരിക്കലും മറക്കാത്ത ഓർമ്മകളുമായിട്ട് എന്നും നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്ന കൂടുതൽ എന്ന് പറയുന്ന സിനിമ പ്രവർത്തകർ ഇവിടെ തൽക്കാലത്തേക്ക് പിരിയുകയാണ്. അതിലൊരു രണ്ടുപേരും കൂടെ നിങ്ങൾ കൈയ്യോട് കൊടുക്കണം. ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുന്ന ഈ ഒരു ഒഫീഷ്യലായിട്ടുള്ള മത്സരത്തിനിടയിൽ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ് മുന്നിലിരുന്നിട്ട് ഈ പ്രോഗ്രാം മനോഹരമായിട്ട് ആസ്വദിച്ചു. കാരണം നമ്മൾ പ്രോഗ്രാം പകുതി മുറിച്ചിട്ടാണ് കണ്ടത്. അവർക്ക് രണ്ടുപേർക്ക് നല്ലൊരു കൈയ്യടി കൊടുത്തുകൊണ്ട് ഈ പരിപാടി അവസാനം കുറിക്കുകയാണ്. എല്ലാവരും ഹൃദയത്തിൽ നിറഞ്ഞ സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് നമ്മുടെ കൂടൽ എന്ന് പറയുന്ന സിനിമയിലെ പാട്ട് പ്ലേ ചെയ്തുകൊണ്ട് ഈ പരിപാടി ഇവിടെ വൈകിട്ട് ചെയ്തതായിട്ട് ഹൃദയപൂർവ്വം സന്തോഷത്തോടെ ഹൃദയത്തിൽ നിന്നും അറിയിക്കുന്നു. താങ്ക് യു